സർ, ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകുമെന്ന് കുറേ നാളുകളായി രാഹുൽ ഗാന്ധിയും പറയുന്നുണ്ട്, കോൺഗ്രസും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോ മോദിയെ വിമർശിക്കാനല്ലാതെ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ പരിപാടികളിൽ പോലും കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഏതെങ്കിലും കാലത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകത്തില്ല എന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ ഉള്ളിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവർ പ്രിയങ്ക ഗാന്ധിയെ സജീവമായി രംഗത്തിറക്കി നെഹ്റു കുടുംബത്തിലേ പറ്റത്തുള്ളൂ എന്നാണ് കോൺഗ്രസിൻ്റെ ധാരണ. പക്ഷേ നെഹ്റു കുടുംബവും കോൺഗ്രസും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇന്ത്യ നയിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ അപക്വമായ നിലപാടുകൾ, അപക്വമായ പ്രസ്താവനകൾ, ഇങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം ഇവിടുന്ന് മുങ്ങുക എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. സ്ഥലം വിട്ട് പോവുക എന്നുള്ളത് ഒരു ലീഡറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും മനസ്സിലാവത്തില്ല. കാരണം ഇത്രയും നാളത്തെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം ഇന്ത്യ പദയാത്ര നടത്തി, ജോഡോ യാത്ര. അതെ, അത് അനുസരിച്ച് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ അദ്ദേഹം നടന്ന് കണ്ട് മനസ്സിലാക്കിയെന്നാണ് പറയുന്നത്. പദയാത്രയിലൊക്കെ ആളും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ആയെങ്കിലേ പറ്റൂ. അതോടൊപ്പം കോൺഗ്രസ് മാത്രമായിട്ട് ഇനി ഒരു ഇന്ത്യയിൽ ഭരണം ഉണ്ടാക്കുന്ന പ്രശ്നമില്ലല്ലോ, ഒരു കാരണവശാലും ഇല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കാനുള്ള അവസരം ഒറ്റയ്ക്ക് ഇനി കിട്ടുന്ന പ്രശ്നമേ ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല. ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി പോകാനേ കോൺഗ്രസിന് എഴുത്തുള്ളൂ. ഇവിടെ ഒരിക്കലും രാഹുൽ ഗാന്ധിയെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ ഒരു കൂട്ടമാണ് ബേസിക്കലി ഈ BJP വിരുദ്ധ മുന്നണി എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അവർ രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടമാണ് അവരെന്ന് ഉള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കക്ഷികളും അല്ലെങ്കിൽ ജനസ്വാധീനമുള്ള ഒരു കക്ഷികളും അവരെ അംഗീകരിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദി ബെൽറ്റിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമുള്ള സ്വാധീനത്തെപ്പറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കോൺഗ്രസ് നിലനിൽക്കുന്നത് തന്നെ ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും മറ്റു ചില കേന്ദ്രങ്ങളിലും മാത്രമാണ് കോൺഗ്രസിൻ്റെ ഒരു സ്വാധീനം നിലനിൽക്കുന്നത്. മറ്റെല്ലായിടത്തും കോൺഗ്രസ്സിന് ഈ ഒരു വലിയ വിഭാഗം മറ്റു കക്ഷികളെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അവരാരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നവരല്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം നടപടികളാണ് അദ്ദേഹം ഇപ്പം മൻമോഹൻ സിംഗ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പറ്റി എത്രയോ ആദരവോടെ അവർ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളുണ്ട്. മൻമോഹൻ സിംഗിനെ പറ്റി അങ്ങ് പറയുന്ന കാര്യങ്ങളുണ്ട്. മൻമോഹൻ സിംഗ് ആ ബില്ല് അദ്ദേഹം പരസ്യമായി അപമാനിച്ചില്ലേ അദ്ദേഹം മൻമോഹൻ സിംഗിനെ. ഇന്ത്യയിലെ ധനതത്വശാസ്ത്രജ്ഞനാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ തന്നെ അപക്വമായ നിലപാടുകൊണ്ട് അദ്ദേഹം അപമാനിച്ചില്ലേ. പിന്നെ നരസിംഹറാവുവിനോട് കാണിച്ച അനാദരവ്, അതിൽ നെഹ്റു കുടുംബത്തിന് കൃത്യമായ പങ്കുണ്ടല്ലോ, സോണിയാഗാന്ധി അടക്കമുള്ള ഇവർക്ക് പങ്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ. ഇതോടൊപ്പം ഇതിലൊക്കെ പ്രധാനമെന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തെ കാണുന്നില്ല ഇവിടെ പലപ്പോഴും ഈ രാജ്യം വലിയ പ്രതിസന്ധിയും ഒക്കെ അഭിമുഖീകരിക്കുന്ന അവസരത്തിൽ ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിന്റെ ദുഃഖാചരണ സമയത്ത് തന്നെ അദ്ദേഹം വിയറ്റ്നാമിലേക്ക് പോയി പുതുവർഷം ആഘോഷിക്കും. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യങ്ങൾ, അദ്ദേഹത്തിന്. പക്ഷേ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഒരു നേതാവിൻ്റെ ഇന്ത്യയെ പോലൊരു രാജ്യത്ത്, എന്ന് വെച്ചാൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് പിന്നെ തങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യത്ത് ജനം ഓരോ നിമിഷവും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജാടകളും ഉഡായിപ്പുകളും ഒന്നും കൊണ്ട് കാര്യങ്ങൾ നടക്കത്തില്ല. പിന്നെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് എന്തുകൊണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ പ്രാതിനിധ്യം വെച്ച് മൻമോഹൻ സിംഗും നരസിംഹറാവുവും തെളിയിച്ചു കഴിഞ്ഞു ഒരു പരിധിവരെ പ്രധാനമന്ത്രി സ്ഥാനത്തിൽ ഇരിക്കാൻ അവരുടെ നടപടികളിലൂടെ അതിന് പുറത്തു നിന്നും, നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നും ഉണ്ടാക്കാമെന്ന് തെളിയിച്ചു കഴിഞ്ഞവരാണ്. എന്നിട്ടും ഇത് കോൺഗ്രസ് മനസ്സിലാക്കാത്തത് എന്താണ് എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു. പിന്നെ ഞാൻ നെഹ്റു കുടുംബത്തെ പറ്റിയാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ അവർ മാറ്റിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സമയത്തുള്ള ഓരോ നിലപാടുകളും, അദ്ദേഹത്തിൻ്റെ അപക്വമായ നിലപാടുകൾ, അത് അവരെ ബുദ്ധിമുട്ടിക്കുന്നു, കോൺഗ്രസ്സുകാരെ ബുദ്ധിമുട്ടിക്കുന്നു, നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ ചില ഗിമ്മിക്കുകളിലൂടെയൊക്കെ ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി പറയുമ്പോൾ എനിക്ക് അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയെ ഓർമ്മ വരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകനാണ്, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ അനിയനാണ്. അന്ന് ഈ ഭരണം ഇന്ദിരാഗാന്ധിക്ക് ഇല്ലാതാക്കിയതിലൊരു പ്രമുഖ പങ്ക് വഹിച്ച ആളാണ് സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒട്ടും പക്വമല്ലാത്ത ഒത്തിരി നിലപാടുകളുണ്ടായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു 5 പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം നടപ്പാക്കിയ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. ഇത്തരം പരിപാടികളാണ് കോൺഗ്രസിനെ
അന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. അതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പല പരിപാടികളെന്ന് വേണം കഴിയും. രാഹുൽ ഗാന്ധി പിന്നെ ഒരർത്ഥത്തിലും ഒരു ജനകീയ നേതാവായി ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളിലുള്ള അജ്ഞതയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പാർലമെന്റിലുള്ള പ്രസ്താവനയാലും ഓരോ വിഷയങ്ങളോടുള്ള അദ്ദേഹം എടുക്കുന്ന സമീപനമായാലും നമ്മൾ ഇപ്പോൾ ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര തവണ ഡിഫമേഷൻ കേസ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുടെ പേരിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എത്രയോ തവണ ഉണ്ടായിരിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹത്തെ എങ്ങനെ നേതൃസ്ഥാനത്ത് അദ്ദേഹത്തെ വഹിക്കാൻ കഴിയും, അദ്ദേഹത്തെ ചുമക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടുകൂടിയാവണം വലിയ ആരവത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഒന്നെങ്കിലും രക്ഷപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം. പക്ഷെ അത് നടക്കില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകില്ല. പ്രിയങ്കയെ കൊണ്ടെന്തെങ്കിലും ഗുണം കോൺഗ്രസിനുണ്ടാകും? അല്ല, പ്രിയങ്കയെ കൊണ്ടുണ്ടാകുന്നു എന്ന് നമുക്കറിയത്തില്ല, ഇപ്പോൾ തീർത്ത് പറയാറായിട്ടില്ല. എന്തായാലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു ഭരണകൂടം ഇനി ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നേതൃസ്ഥാനത്തേക്ക് എത്താനുള്ള പാഠവും പ്രിയങ്ക ഗാന്ധി ഇനിയും കാണിക്കേണ്ടിയിരിക്കുന്നു. അവർ സജീവ രാഷ്ട്രീയത്തിൽ എത്തിയിട്ട് കുറച്ചു കാലമായെങ്കിലും അവർ ഈ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്ദിരാഗാന്ധിയോട് താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മീഡിയാസും ഇപ്പോൾ ഈ മാധ്യമങ്ങളും ഒക്കെയാണല്ലോ ഇങ്ങനെയുള്ളത്. അതിലൊരു വിഭാഗം അവർ ഏറ്റെടുത്തിട്ടുണ്ട്, ഒരു വിഭാഗം പ്രിയങ്ക ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. ആ ഏറ്റെടുപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം ആകും എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ വളരെ കൃത്യമായ നിലപാടുകളുടെ പേരിലാണ് ഒരു എതിർപക്ഷം എന്ന് നോക്കണം. BJP എന്ന് പറയുന്നത് എതിർത്തുള്ളൂ, പക്ഷേ കൃത്യമായി പ്രകടന പത്രികയിൽ കാര്യങ്ങൾ പറയുകയും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുകയും ആ നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. 320 വകുപ്പായാലും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണമായാലും പൗരത്വ ബില്ലായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ JPC അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നല്ലോ വഖഫ് മാറ്റുന്ന വഖഫ് ബില്ലെന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു ഭരണകൂടം അപ്പുറത്ത് നിൽക്കുന്നു. നേതാക്കന്മാരുടെ ഒരു നിരയുണ്ട്. രാജ്യത്ത് നയിക്കാൻ കഴിയുന്ന ഒരു നേതാക്കന്മാരുടെ ഒരു നിരയെ സജ്ജമാക്കി നിർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കാനുള്ള കരുത്ത് ഒരിക്കലും ഈ രാഹുൽ ഗാന്ധിക്കില്ല, പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതാണ് പ്രശ്നം. അവരുടെ സംവിധാനം മാറ്റേണ്ടിയിരിക്കുന്നത്. പിന്നെ എത്ര സംവിധാനം മാറ്റിയാലും എല്ലാത്തിൻ്റെയും കാലം കഴിയണമല്ലോ. അങ്ങനെ കാലം കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കോൺഗ്രസ് തിരുത്തേണ്ടത് എവിടെയാണ്? കോൺഗ്രസ് തിരുത്തേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഗാന്ധിജി അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഒരു ഗാന്ധിജിയുടെ ഉസ്സത്തുണ്ടല്ലോ പ്രസിദ്ധത്തിൽ, ഗാന്ധിജി ഇതൊരു ലോക് സേവാ സംഘാക്കി മാറ്റണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി കൊണ്ടുപോകാനല്ല ഗാന്ധിജി ഉദ്ദേശിച്ചിരുന്നത്. കോൺഗ്രസിന് ഈ നിലയിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വേണ്ടി സമരം ചെയ്തു, അതിൽ ഒരു പരിധി രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷെ പിന്നീട് നിലനിർത്തേണ്ടത് അങ്ങനെയല്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അത് പാടെ അവഗണിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയും അത് കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്തു. ഇവിടെ ഈ നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയുമെന്ന വിശ്വാസം മാറ്റുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. പിന്നെ നേതൃത്വത്തെ വളർത്തിയെടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. ഈ പാൻ ഇന്ത്യൻ പരിവേഷമുള്ള അത് ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നെഹ്റു കുടുംബത്തിൽപ്പെട്ടവർ അതിനപ്പുറത്തൊരാൾക്ക് അതില്ല എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം കോൺഗ്രസ് മാറ്റിയേ മതിയാത്തുള്ളൂ. പിന്നെ കൃത്യമായിട്ടും പദ്ധതികൾ കോൺഗ്രസ് ആവിഷ്കരിച്ചേ മതിയാത്തുള്ളൂ. പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ വലിയ ഒരു പ്രീണന നയം കോൺഗ്രസ് ഉപേക്ഷിക്കാതെ കോൺഗ്രസിന് രക്ഷപ്പെടാൻ കഴിയില്ല. എങ്ങനെ പ്രീണന നയം എന്ന് പറയുന്നത് നമുക്കറിയാം. കാശ്മീർ അടക്കമുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യപ്രാപ്തി തൊട്ട് നടത്തിയ ഒരു പ്രീണനമുണ്ട്. അതാണ് രാജ്യത്തെ ഒരു വലിയ കുഴപ്പത്തിൽ എത്തിച്ചത്. അപ്പോൾ അത് അടക്കമുള്ള കാര്യങ്ങൾ മാറ്റുകയും രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വികാരങ്ങൾ കൂടി കോൺഗ്രസ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അത് കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഇന്ത്യയിൽ നിലനിൽപ്പുണ്ടാവുള്ളൂ. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഇതിനൊന്നും പര്യാപ്തമല്ല.